നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമായിരുന്നു 6 വയസ്സുകാരിയെ സ്വന്തം അച്ഛൻ കോടാലി കൊണ്ട് കഴുത്തിന് വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. പ്രതിയായ ശ്രീ മഹേഷ് ഇന്നലെ വൈകിട്ട് കൊല്ലം പാസഞ്ചറിൽ നിന്നും ചാടി മരിച്ച വാർത്ത ഒരിത്തിരി സന്തോഷത്തോടെയാണ് കേരളം കേട്ടത്. കാരണം കണ്ണടച്ചു കിടക്ക് അച്ഛനൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ കോടാലി കൊണ്ടവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന് സമീപം കൊല്ലം പാസഞ്ചറിൽ ഇന്നലെ വൈകിട്ട് 3:15 കൂടിയാണ് സംഭവം നടന്നത്. ആലപ്പുഴ അഡീഷണൽ സെക്ഷൻ കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ കൊണ്ടുവന്ന ശേഷം ശ്രീ മഹേഷിനെ തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. തിരുവനന്തപുരം AR ക്യാമ്പിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ശ്രീ മഹേഷ് ആവശ്യപ്പെട്ടു. ഇത് അനുവദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി വാതിലിന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു. ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി. ഗുരുതരമായി പരിക്കേറ്റ ശ്രീ മഹേഷിനെ ഉടൻ തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുമ്പും ഇയാൾ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീ മഹേഷിന്റെ കാര്യത്തിൽ എടുക്കേണ്ട ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് വിലയിരുത്തൽ. പ്രതികളുമായുള്ള പോലീസ് യാത്രയിൽ കൂടുതൽ ജാഗ്രത വേണ്ടതിന്റെ ആവശ്യമാണ് ഈ സംഭവം ചർച്ചയാകുന്നത്. അടുത്ത മാസം സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കുകയാണ് ആത്മഹത്യ. ജോലി തടസ്സപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും അസ്വാഭാവിക മരണത്തിനും കേസെടുത്തതായി ശാസ്താംകോട്ട DYSP S ഷെരീഫ് പറഞ്ഞിട്ടുണ്ട്. പുന്നമൂട് ആനക്കൂട്ടിൽ മഹേഷിന്റെ ക്രൂരകൃത്യം സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. 2023 ജൂൺ 7 രാത്രിയാണ് മകൾ നക്ഷത്രയെ മഴ ഉപയോഗിച്ച് ശ്രീ മഹേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് ഓടിയെത്തിയ അമ്മ സുനന്ദയെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തിരുന്നു. 2019 ജൂൺ 4 ശ്രീ മഹേഷിന്റെ പുന്നമൂട്ടിലെ ആനക്കൂട്ടിൽ വീട്ടിൽ വെച്ച് ഭാര്യ വിദ്യ തൂങ്ങി മരിക്കുന്നത്. മഹേഷിന്റെ കൊടിയ പീഡനം സഹിക്കാതെയാണ് വിദ്യ ജീവനൊടുക്കിയതെന്നാണ് സൂചന. മരണകാരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നും അന്ന് തോന്നാതിരുന്നതിനാൽ പരാതി നൽകിയില്ല. എന്നാൽ സ്വന്തം മകളായ നക്ഷത്രയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയതോടെയാണ് വിദ്യയുടെ മരണത്തിലും സംശയം ഉയർന്നു വന്നത്. മുള്ളിക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു നക്ഷത്ര. മകൾക്കൊപ്പം ശ്രീ മഹേഷ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് മറ്റു 3 പേരെ കൂടിയായിരുന്നു. മകൾ നക്ഷത്രയ്ക്ക് പുറമെ അമ്മ സുനന്ദയെയും 2ാം വിവാഹത്തിൽ നിന്നും പിന്മാറിയ പോലീസ് ഉദ്യോഗസ്ഥയും കൊല്ലാൻ പദ്ധതിയിട്ടെന്നാണ് വിവരം. ഇയാളുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് അറിഞ്ഞ പെൺവീട്ടുകാർ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. മരം വെട്ടാനാണെന്ന് പറഞ്ഞ മാവേലിക്കര പുന്നമൂടുള്ള ആളുടെ പക്കൽ നിന്നുമാണ് കൊലയ്ക്കുപയോഗിച്ച മഴു നിർമ്മിച്ചത്. 3 പേരെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാനായിരുന്നു പദ്ധതി. വിവാഹത്തിൽ നിന്നും യുവതി പിന്മാറിയതിനു ശേഷം ശ്രീ മഹേഷ് കടുത്ത നിരാശയിലായിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. അച്ഛന്റെ സർപ്രൈസിനായി കണ്ണടച്ചു കിടക്കുമ്പോൾ കഴുത്തിൽ മഴുവായിരിക്കും വീഴുകയെന്ന് ആ കുരുന്ന് അന്ന് കരുതിയിരുന്നില്ല. 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ പൊന്നുപോലെ വളർത്തിയ അച്ഛൻ ക്രൂരത കാട്ടുമെന്നവൾ ചിന്തിച്ചു കാണില്ല. സ്വന്തം മകളുടെ പ്രാണം പോകുമ്പോൾ ഉണ്ടായ കരച്ചിൽ പിന്നീടുള്ള രാത്രികളെ അയാളുടെ ഉറക്കത്തെ കടത്തിയിരിക്കാം. ആലപ്പുഴയിലെ കോടതി മുറിയിൽ കുറ്റപത്രം വായിച്ചു കേട്ടപ്പോൾ ശ്രീ മഹേഷിന്റെ പിതാവിന്റെ നെഞ്ചകം തകർന്നിരിക്കാം. ഒടുവിൽ തിരുവനന്തപുരത്തുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ നിന്നും മരണത്തിലേക്ക് ശ്രീ മഹേഷ് എടുത്തു ചാടി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ആരും സഹതാപം പ്രകടിപ്പിച്ചില്ല. അർഹിക്കുന്ന ശിക്ഷയെന്നാണ് പലരും പ്രതികരിച്ചത്. ശ്രീ മഹേഷിനുള്ള കുരുക്ക് മുറുകിയത് പോലീസിന്റെ കൃത്യമായ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു. ആ കുരുക്കിൽ നിയമം നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാതെ സ്വയം ശിക്ഷ വിധിക്കാനാണ് ശ്രീ മഹേഷ് തീരുമാനിച്ചത്.